കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരിയേറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ കൃപാഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവിക കൃപകൾ ധാരാളമായിട്ട് ഈ സമയത്ത് എല്ലാവരുടെ മേലും ചുരുയപ്പെടട്ടെ എന്ന് വെച്ചാൽ വളരെ ആഗ്രഹിച്ച് താല്പര്യപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില വചനങ്ങൾ നമ്മൾ ധ്യാനിക്കണം. ഒരു നിമിഷം നമുക്ക് കാര്യങ്ങൾ തുറന്നു പിടിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയ്ക്കും ദൈവിക കൃപകൾ ഒഴുകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കേൾക്കുന്ന വചനത്തിലൂടെ വലിയ സൗഖ്യവും വിടുതലും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ധാരാളമായി നമ്മിലേക്ക് ചുരിയപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. വചനത്തിലേക്ക് ചില വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള തിരുവചനം. അത് ഏറ്റവും പ്രധാനപ്പെട്ട വചനം 16-ാമത്തെ വചനം. ഈശോ പറയുന്നുണ്ട്, അതായത് ഈശോ ഒരു കൂന് ബാധിച്ച ഒരു സ്ത്രീയെ സുഖപ്പെടുത്തിയിട്ട് ഈശോ പറയുന്നുണ്ട്, 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചു വീഴേണ്ടതില്ലെന്നോ. അപ്പോൾ ഈശോ ശരിക്കും അവിടെ 18 വർഷം സാത്താനാൽ ബന്ധിക്കപ്പെട്ട് കിടന്നിരുന്ന ഒരു മകളെ അതിൻ്റെ പിടിയിൽ നിന്ന് ഈശോ മോചിപ്പിച്ചു. ഈശോ പുറത്തു കൊണ്ടുവരുന്നു. അപ്പോൾ ഈശോയ്ക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. ഇത് വചനം വായിക്കും പരിശുദ്ധാത്മാവിനോട് പറയാറുണ്ട്. ഒരുപാട് ആളുകൾ ഇന്ന് സമൂഹത്തിൽ കാണാം, എന്നെ വിളിച്ച് പ്രാർത്ഥന ചോദിച്ചു, അച്ഛാ ബന്ധനത്തിലാണ്, കുടുംബത്തിൽ തകർച്ച, രോഗങ്ങൾ, കെടുതികൾ, വിഷമങ്ങൾ, ദുരിതങ്ങൾ, പ്രതിസന്ധികൾ, പൈശാചിക പീഡകൾ, രോഗങ്ങൾ, തടസ്സങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ബന്ധനങ്ങളാൽ നിറഞ്ഞ ആളുകൾ, പല വിധത്തിലുള്ള ബന്ധനങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റും, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഓരോ പ്രശ്നങ്ങൾ തടസ്സം മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു. ആ ബ്ലോക്കായി എല്ലാം ബ്ലോക്കാച്ചാൽ എന്തിനിറങ്ങിയാലും തടസ്സങ്ങളാണ്. എന്താണെന്നറിയില്ല. ഒരു ശരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിള് പഠിക്കുമ്പോൾ, തിരുവചനം പഠിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങളൊന്നും പൈശാചിക ശക്തികളുടെ സാന്നിധ്യം. അത് ബൈബിൾ മുഴുവൻ നമ്മളത് വെളിപ്പെട്ട് കിട്ടുന്നു. പൈശാചിക ശക്തികളുടെ സാന്നിധ്യം ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 5:19 പറയും, ലോകം മുഴുവനും ദുഷ്ടാരൂപികളുടെ ശക്തി വലയത്തിലാണെന്ന് നാം അറിയുന്നു. ലോകം മുഴുവനും ദുഷ്ടാരൂപിയുടെ ശക്തി വലയത്തിലാണെന്ന് നാം അറിയുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ മകള് വചനം പറയുന്നത് 18 വർഷമായിട്ട് ഈ ബന്ധനത്തിൽ കഴിയുന്നൊരു മകള്, കൂന് ബാധിച്ചൊരു മകള്. ആൾക്കൊരു രോഗപീഠയാണ്, ഒരു പൈശാചിക പീഡയാണ്. ഒരുപക്ഷെ ഇതിന് ഈ ആൾ ചികിത്സയുമായിട്ട് പല ഡോക്ടർമാരുടെ അടുക്കൽ പോയിട്ടുണ്ടാകാം, പല ആളുകളുടെ അടുക്കൽ പോയിട്ടുണ്ടാകാം. പക്ഷെ അവിടെയൊന്നും ഈ ആൾക്ക് ഉത്തരം കിട്ടുന്നില്ല. ഒരു ബ്ലോക്ക്, അവിടെയും വിജയം കിട്ടുന്നില്ല, രക്ഷപ്പെടുന്നില്ല. അപ്പോഴാണ് ഈ മകള് ഈശോയുടെ അടുക്കിലേക്ക് വരിക. ഈശോ ഈ മകളെ കാണുകയാണ്. അപ്പോൾ ഈശോ ഈ മകളുടെ ബന്ധനം അഴിക്കുക. നമുക്കറിയാം കർത്താവിൻ്റെ ഏറ്റവും വലിയ വചനം എന്താ? അതായത് ലൂക്കാ 4:18, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈശോയിൽ ദൈവാത്മാവ് നിറഞ്ഞിട്ടുണ്ട്, ദൈവാരൂപി നിറഞ്ഞിട്ടുണ്ട്. സത്യാത്മാവ്, വിടുതലിൻ്റെ ആത്മാവ്, സൗഖ്യം നൽകുന്ന ആത്മാവ്, വിശുദ്ധി നൽകുന്ന ആത്മാവ്, കൃപ നൽകുന്ന ആത്മാവ്, അഭിഷേകം നൽകുന്ന ആത്മാവ് ഈശോയുടെ മേൽ ഉണ്ട്. അപ്പോൾ ഈ അരൂപിയുടെ ശക്തി അതാണ് വെളിപ്പെടുക അവിടെ. അപ്പം പരിശുദ്ധാത്മ ശക്തി ഈ മകളിലേക്ക് ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവളിലെ ബന്ധനം അഴിയുന്നു, ചങ്ങല പൊട്ടുന്നു, പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നു എന്നൊരു കാര്യം ഓർത്തോണം. ലോക ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ പറ്റുമേ, മനുഷ്യൻ തകർച്ചകളുടെ സമയത്ത് പല ആളുകളെ, വ്യക്തികളെ ആശ്രയിക്കും, സമൂഹത്തെ ആശ്രയിക്കും, ബുദ്ധിയെ ആശ്രയിക്കും. ചിലർ സൂപ്പർസ്റ്റിഷൻസിൻ്റെ അന്ധവിശ്വാസങ്ങളെ ആശ്രയിക്കും. ഞാൻ കണ്ടുകൊണ്ട് ചില ആളുകൾ മന്ത്രവാദികളും കൂടോത്രക്കാരുടെ ഒക്കെ അടുത്ത് പോകും, പലയിടത്തും. പക്ഷേ ഇതെല്ലാം പോയിട്ട് വരുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ പ്രശ്നം തീരുന്നില്ല, പ്രശ്നം തീരത്തുമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം തീർക്കുന്ന, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എടുത്തു മാറ്റാൻ ശക്തിയുള്ള ഒരേ ഒരാൾ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ മാത്രമാണ്. ആ രൂപി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്നിലേക്ക് ഒഴുകാൻ നീ ആഗ്രഹിക്കുക. അപ്പോൾ ആ ആത്മാവ് വന്ന് ഇറങ്ങുന്ന നിമിഷത്തിലാണ് നിന്നിലെ ചങ്ങലകൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ ഒക്കെ അഴിയുന്നു. നമുക്കറിയാം, മോശയോട് ദൈവം പറഞ്ഞു, അവർ കയ്യിലിരിക്കുന്ന വടിയെടുത്തിട്ട് പാറമേൽ അടിക്കുക. അപ്പോൾ അവിടെ വെച്ച് മെരിബയിൽ വെച്ച് പാറമേൽ ആഞ്ഞടിക്കുമ്പോൾ ഉടനെ അവിടെ നിന്ന് ജലമൊഴുകുന്നത് കാണാൻ പറ്റും. ജലമൊഴുകുന്നു. അപ്പോൾ അവിടെ ആ വടിയെന്ന് വെച്ചത് കൃപയാണ്, അത് ഈശോയാണ്, ഈശോയുടെ വചനമാണ്, ഈശോയുടെ സാന്നിധ്യമാണത്. അരൂപി അവിടെ പ്രവർത്തിക്കുന്നത് ദൈവകൃപയാണ് പ്രവർത്തിക്കുന്നത്.
ആ കൃപ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പാറ തകർന്നു പോവുകയാണ്. അവിടെ വാത് തുറക്കപ്പെടുകയാണ്. ശരിക്കും ഈശോയുടെ ഉത്ഥാനത്തിൽ ഇത് തന്നെയാണ് കണ്ടുമുട്ടുന്നത്. ഈശോയെ അടക്കിയിരുന്ന് ആ പാറ അത് ഒറ്റ ഭൂകമ്പത്തോടെ അത് ഇല്ലാതായിത്തീരുന്ന അപ്രത്യക്ഷമാകുന്ന സംഭവമാണ്. അവിടെ പരിശുദ്ധാത്മാവിന് ശക്തി വരുമ്പോൾ എത്ര വലിയ പാറയും വിട്ടു. ശരിക്കും നിങ്ങൾ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ നിരന്തരം നിങ്ങളുടെ വീട്ടിലായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണ്. ദൈവാരൂപിയുടെ ശക്തി നിന്നിലേക്ക് ഒഴുകി ഇറങ്ങിക്കഴിയുമ്പോൾ അത് ഈശോയിൽ പ്രവർത്തിച്ച പരിശുദ്ധമാണ്. എന്തിനാണ് ഈശോയിൽ വിശ്വസിച്ചത്? ഈശോ എന്ന് ആരാധിക്കുന്നതിന് വേണ്ടിയാണ്, ഈശോ എപ്പോൾ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ്, ഈശോയുടെ ആത്മാവ് നമ്മളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. ഈശോയുടെ ആത്മാവ് ഇറങ്ങി വരുമ്പോഴാണ് ഈ തിന്മയുടെ അരൂപികൾ ശക്തികൾ നമ്മളെ പൂർണ്ണമായും വിട്ടുപോകുക. ജെറമിയ 23:28-29 പറയാം. കർത്താവ് അരുളി ചെയ്യുന്നു, സ്വപ്നം കാണുന്ന പ്രവാചകൻ തൻ്റെ സ്വപ്നം പറയട്ടെ, എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. പതിരിനും ഗോതമ്പ് മണിക്കും തമ്മിൽ എന്ത് പൊരുത്തം? എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലയോ? എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെ. കാരണം ഈശോയുടെ വചനം അത് പാറയെ തകർക്കുന്ന അഗ്നി പോലെ. കാരണം അതിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞിട്ടുണ്ട്. അന്ന് ഈശോ യോഹന്നാൻ 6:61 പറഞ്ഞ വചനം അതാണ്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവ് ജീവനോ. ശരിക്കും സഭയിൽ വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, അതുപോലെ ദൈവവചനം നമ്മൾ വിശ്വാസത്തോടെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മിലേക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വന്നിട്ട് നമ്മിലുള്ള വലിയ പാറകൾ, വലിയ ബന്ധനങ്ങൾ, വലിയ തടസ്സങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് നമ്മളെ സ്വതന്ത്രരാക്കി ദൈവം പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഈ ബന്ധനം 18 വർഷമായിട്ട് കൂന് ബാധിച്ച് ഇവളുടെ ബന്ധനം അടിക്കുന്ന ഈശോയിൽ നിന്ന് അരൂപിയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഈശോ അതിനകത്ത് പറയുന്നുണ്ട്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 12:28-29 ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. ദൈവാത്മാവിനാലാണ്. അപ്പോൾ ഈശോ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ മനുഷ്യകരമല്ല അവിടെ പ്രവർത്തിക്കുന്നത്, ദൈവകരമാണ്. ദൈവാത്മാവിൻ്റെ ശക്തിയാണ് ഈശോയിലൂടെ വെളിപ്പെടുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ബന്ധനങ്ങൾ തിന്മയുടെ ശക്തികളും പൈശാചിക ശക്തികൾ പൂർണ്ണമായിട്ടും ഈശോയിൽ നിന്ന്, അല്ലെങ്കിൽ അവിടെ ഈശോ അത് കൽപ്പിക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ കാരണം ആ സമയത്ത് അവിടെ പ്രവർത്തിക്കുന്നത് ദൈവാരൂപിയുടെ അതിശക്തമായ അഭിഷേകമാണ് അവിടെ. അതുകൊണ്ട് ദുഷ്ടാരൂപിക്ക് നിൽക്കുവാനായിട്ട് സാധ്യമല്ല. ഇതിന് ഈശോ പറഞ്ഞു ലൂക്കാ സുവിശേഷം 11:20 പറയും, ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കൾ. അപ്പോൾ ദൈവകരത്തിൽ പരിശുദ്ധാത്മ ശക്തിയുണ്ട്. ദൈവകരം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ കരം എന്ന് വെച്ചാൽ അത് ദൈവാരൂപിയാണ്, അരൂപിയുടെ ശക്തിയാണ്. അപ്പോൾ അത് വരുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു, രോഗശാന്തികൾ നടക്കുന്നു, ദുഷ്ടാരൂപികൾ വിട്ടുപോകുന്നു, തടസ്സങ്ങൾ വിട്ടുപോകും. നമ്മളെ അലട്ടുന്ന ഏത് പ്രശ്നം, എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് നമ്മളിന്ന് വിട്ടുപോയിക്കൊള്ളും. ദൈവാരൂപി നമ്മൾ നിറയുമ്പോൾ, അരൂപി ഇറങ്ങുന്ന സമയത്ത് അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും വിടുതലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇതന്നെ നമ്മൾ കണ്ടുമുട്ടുന്നല്ലോ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 36-ാം അധ്യായത്തിൻ്റെ 26-27 ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങൾ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവിടെ അത്ഭുതമുണ്ടാകും, പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും, തടസ്സങ്ങൾ മുഴുവൻ പുതിയ ഹൃദയമുണ്ടാകും. അവിടെ നിരന്തരം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വരവ് നമ്മുടെ ജീവിതത്തിലേക്ക് അരൂപിയുടെ പ്രവർത്തനം വെളിപ്പെടാൻ പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ നമ്മൾ ബലിയിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ നമുക്ക് ഔദാസികമായിട്ട് ബലിയിൽ വരുന്നു, പരിശുദ്ധ കുർബാനയിൽ വരുന്നു, നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിലും ആ അരൂപി നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി, വെളിപ്പെടാൻ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വെളിപ്പെടുമ്പോൾ നമ്മളിലുള്ള ദുഷ്ടാരൂപികൾ, പൈശാചിക ശക്തികൾ എല്ലാം വിട്ടുപോയിക്കോളും. ശരിക്കും പരിശുദ്ധാത്മ ആഗമനത്തോടു കൂടി മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ തീരുള്ളൂ. അരൂപിയുടെ പ്രവർത്തനം ഉണ്ടാകണം. ഈ നാളുകളൊക്കെ പാപത്തിൻ്റെ മേഖലയൊക്കെ ആളുകൾ പോകുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണം ഇതാണ്. അല്ല, ബന്ധനത്തിൽ പോകുന്നു, അരൂപി ചലിക്കുന്നില്ല, അരൂപിയുടെ ശക്തി ഒഴുകുന്നില്ല. നമുക്കറിയാം ഈശോയെ രക്തസ്രാവക്കാരി സ്പർശിക്കുമ്പോൾ അവൾക്ക് സൗഖ്യം കിട്ടുന്നു. കാരണം എന്താണ്? അവർ ഈശോ പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചിരിക്കുന്നു, എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നു. അപ്പോൾ എന്നിൽ നിന്ന് ശക്തി ഒഴുകുക. ഈശോ പറയുന്നുണ്ട്, അപ്പോൾ ആരോ എന്നെ സ്പർശിച്ചിരിക്കുന്നു, അത് എന്നിൽ നിന്ന് ശക്തി ഒഴുകിയിരിക്കുന്നു. കാരണം ഇതാണ്, അത് ഈശോയിൽ നിന്ന് ഒഴുകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ശക്തിയാണ് ഈശോയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 45, 46, 47 വചനം. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ,
യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മ ശക്തി. അപ്പോൾ അവിടെ കാണാൻ പറ്റും, ഈശോയെ തൊട്ടപ്പോൾ എങ്ങനെ പരിശുദ്ധാത്മ ശക്തി ആ വ്യക്തി കിട്ടുന്നത്? ഈശോയെ തൊടുന്നത് വിശ്വാസത്തോടെയാണ്. ഈശോയിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് വിശ്വസിക്കുക, ഈശോ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുക. അതാണ് മത്തായി 16:14 പറയുന്നത്. ആ വചനത്തിൻ്റെ അർത്ഥം അതാണ്. ഈശോ ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചുകൊണ്ടും അത് പരിശുദ്ധാത്മാവാണ് സ്പർശിച്ചാൽ മതി. അപ്പോൾ ആ നിമിഷം ആ വ്യക്തിയിലേക്ക് സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ ആത്മാവ് കൊടുക്കുക. ശരിക്കും സഭയിൽ ഈശോ എന്നും വരുന്നുണ്ട്. ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ഈശോ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓരോ കുർബാനയിലുമുണ്ട്, കുദാശയിലുണ്ട്, ദൈവവചനത്തിലുണ്ട്. പക്ഷേ അത് വിശ്വാസത്തോടെ വേണം ദൈവവചനം വായിക്കാൻ, വിശ്വാസത്തോടെ വേണം പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളാൻ, വിശ്വാസത്തോടെ വേണം ഇതിനെ സ്പർശിക്കാൻ. അപ്പോഴാണ് ഈ ശക്തി നമ്മിലേക്ക്, ആ പരിശുദ്ധാത്മ ശക്തി നമ്മളിലേക്ക് ഒഴുകപ്പെടുന്നപ്പോഴാണ്. ഫെയ്ത്ത് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഡെലിവറൻസ് കിട്ടാത്തത്. പക്ഷേ ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും നമ്മൾ ഒരാളെ സ്പർശിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ സ്പർശിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളിലേക്ക് പരിശുദ്ധാത്മ ശക്തി ഒഴുകണമെങ്കിൽ ആ വ്യക്തിയിൽ നമുക്ക് സംശയമില്ല, അത് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള തുറന്ന വിശ്വാസം വേണം. ഫെയ്ത്തോടുകൂടി സ്പർശിക്കുന്നതുകൊണ്ടാണ് ആ ബന്ധനം അഴിയുന്നത്, സാത്താൻ്റെ കെട്ടഴിയുന്നത്, രോഗം മാറുന്നു, അസ്വസ്ഥത മാറുന്നത്, നിരാശക്കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ പുതിയ വ്യക്തിയായിട്ട് മാറുന്നതിന് കാരണം വിശ്വാസത്തോടു കൂടി നമ്മൾ സ്പർശിക്കുമ്പോഴാണ് ആ ഒരു കൃപ നമ്മിലേക്ക് ഒഴുകപ്പെടുന്ന അനുഭവം നമുക്കുണ്ടാകുന്നു. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൽ 11-ാമത്തെ ഇതറിഞ്ഞ് ജനങ്ങൾ അവൻ്റെ പിന്നാലെ വന്നു. അവർ അവനെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെല്ലാം സുഖപ്പെടുത്തിക്കൊണ്ടു. ആളുകൾ അവൻ്റെ പിന്നാലെ വിശ്വാസത്തോടെ വരിക, വിശ്വാസത്തോടെ വരുന്ന ആളുകളെ ഈശോ തൊടുമ്പോൾ ആ നിമിഷം അവിടെ അത്ഭുതങ്ങൾ അടയാളം. കാരണം ഈശോയിൽ ദൈവാത്മാവാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ഇതാണ് നമ്മളൊക്കെ ഈശോയിൽ വിശ്വസിക്കുകയും ഈശോയെ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നമ്മിലേക്കും ഈ അരൂപിയുടെ ഒഴുക്കുണ്ടാകും. നമ്മളിൽ വന്നിട്ട് പരിശുദ്ധാത്മാവ് നിറയും. ഇത് നിറയുമ്പോഴാണ് ഈശോയിൽ നമ്മൾ നിറയാൻ കാരണം ശരിക്കുള്ള പരിശുദ്ധം പറഞ്ഞെങ്കിൽ ആ വ്യക്തി അതുപോലെ ഈശോയിൽ വിശ്വാസം ഉണ്ടാക്കും. ശരിക്കും ഏറ്റവും കൂടുതൽ ഈശോയിൽ വിശ്വാസം, ഈശോ സ്നേഹം, ഈശോയെ അംഗീകരിക്കുക, ഈശോ ദൈവമായിട്ടും കർത്താവായിട്ടും ഒക്കെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ ആ പരിശുദ്ധാത്മാവ് രാവും പകലും വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അവിടെ പോകുന്ന വഴികളൊക്കെ വെളിപ്പെടും, അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കും. ബന്ധനം അഴി, നമ്മളെ ബന്ധനം, നമ്മുടെ ചുറ്റുമുള്ള ബന്ധനമൊക്കെ അഴിയും. നമുക്ക് അഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ പരിശുദ്ധാത്മ ശക്തി നമുക്ക് കുറയുന്നതിന് കാരണം ഫെയ്ത്ത് കുറയുന്നതുകൊണ്ടാണ്. ഫെയ്ത്ത് കുറയുമ്പോഴാണ് പരിശുദ്ധാത്മ ശക്തി നമുക്ക് കുറയുന്നത്. അപ്പോൾ നമുക്ക് ആ ബന്ധനങ്ങൾ അഴിക്കാൻ പറ്റാതെ പോകുക, ആ ബന്ധനം അവിടെ തന്നെ നിൽക്കുന്നത് കാണാൻ പറ്റൂ, അത് മാറുന്നില്ല. അപ്പോൾ ഇവിടെ ഫെയ്ത്ത് ഉണ്ടാകുക. അപ്പോൾ അതുപോലെ തന്നെ പരിശുദ്ധാത്മ ശക്തി അവളാണ് സൗഖ്യമുണ്ടാകുന്നത്. ഈശോയിലുള്ള പരിശുദ്ധാത്മ ശക്തി സൗഖ്യത്തിൻ്റെ അന്ന് ഈശോ വീണ്ടും ആ വചനം പറയുന്നത് ലൂക്കാ 4:18 കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്യിക്കുമ്പോൾ ആ പരിശുദ്ധാത്മ ശക്തിയാണ് ഈശോയെ അതിലേക്ക് നയിക്കുന്നത്. നമുക്കറിയാം, ഈശോ ജ്ഞാനസ്നാനം തിരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ വന്നു. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ വെളിപ്പെട്ട നിമിഷം, ആ നിമിഷം മുതല ഈശോ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്നത്. അപ്പോഴാണ് അത്ഭുതം നടക്കുന്നത്, അപ്പോഴാണ് ദൈവരാജ്യം സ്ഥാപിക്കാൻ പറ്റുന്നത്, അപ്പോഴാണ് ഈശോയ്ക്ക് സഹിക്കാൻ പറ്റുന്നത്. ഈശോ പീഡാനുഭവം, കാരണം അവനെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും അരൂപിയാണ്, ദൈവാരൂപിയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ പ്രവർത്തിച്ച ദൈവാരൂപി, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ 3ാമത്തെ ആളെന്നൊക്കെ നമ്മൾ പറയും. ആ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് ആ ദൈവാരൂപിയാണ് പ്രവർത്തിക്കുന്നത്. ഈ ദൈവാരൂപി നമ്മൾ നിറയാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നിരന്തരം അപ്പോൾ ഇവിടെ കിട്ടുന്നത് വീണ്ടും പറയാം, വിശ്വാസത്തിന് തലവാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 61-ാം അധ്യായം 1 മുതൽ ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിനും അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് ഭോജനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് വിലപിക്കുന്ന സമാശ്വാസം. അപ്പോൾ പറയുന്ന വാക്കുകളിൽ സമാധാനം കിട്ടുക, കാരണം ദൈവാരൂപിയാണ് ഒഴുകുന്നത്. ദൈവാരൂപി പ്രവർത്തിക്കുമ്പോൾ ആ വചനത്തിൽ ജീവനുണ്ടാകുക, ആ വചനത്തിൽ അത്ഭുതം പ്രവർത്തിക്കുക. അവിടെ പറയുകയാണ്, തടവുകാർക്ക് മോചനം കൊടുക്കുന്നു, ബന്ധിതർക്ക് മോചനം കൊടുക്കുന്നു, പാപത്തിൽ നിന്ന് മോചനം, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. നമുക്ക് ആദ്യ മനുഷ്യന് നഷ്ടപ്പെട്ടത്, പാപം പോലും നഷ്ടപ്പെട്ടത് ദൈവിക ജീവനാണ്, ദൈവാരൂപിയുടെ പ്രവർത്തനമാണ്. ദൈവബന്ധം നഷ്ടപ്പെട്ടപ്പോൾ അവൻ നഷ്ടപ്പെട്ടു ദൈവാരൂപിയുടെ പ്രവർത്തനം, ദൈവാരൂപിയുടെ ആ ചൈതന്യം നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ അതാണ് ഈശോ തിരിച്ചിരുന്നത്. അപ്പോൾ ഈശോയിൽ വിശ്വസിച്ചാൽ നമുക്ക് അരൂപിയുടെ അഭിഷേകം കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു അനോയിന്റിങ് ഉണ്ടെങ്കിൽ ഏത് ദുഷ്ടാരൂപിയും ഏത് രാത്രി എപ്പം നമ്മെ ആക്രമിച്ചാലും നമുക്കതിനെ കീഴ്പ്പെടുത്താൻ പറ്റും. പക്ഷേ ഇവിടെ
സ്വന്തമാക്കാൻ എന്ത് ചെയ്യണം? ആ രക്തസ്രാവക്കാരുടെ അതേ വിശ്വാസ ചൈതന്യത്തോടു കൂടി നമ്മൾ അടുക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. ഈശോയെ വിശ്വസിക്കണം, രാമൻ പോലെ സ്തുതിക്കണം, ഈശോയെ സ്നേഹിക്കണം. നമ്മൾ എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ വ്യക്തികളെക്കാളും എല്ലാത്തിനേക്കാളും ഉപരിയായി ഈശോയെ നമ്മൾ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് ഈ ദൈവാരൂപി നമ്മളിലേക്ക് വന്ന് നിറയുന്നത്. ആ ദൈവാരൂപി നമ്മൾ നിറയുമ്പോഴാണ് നമ്മൾ പോകുന്ന വഴികൾ അടയാളമുണ്ട്. ആ അരുവിയുടെ പ്രവർത്തനം നമ്മളല്ല പ്രവർത്തിക്കുന്നത്, നമ്മൾ ഒരിക്കലല്ല. നമ്മൾ ആകെ ചെയ്തത് ഈശോയിൽ വിശ്വസിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതും അങ്ങനെ ഈശോയിൽ വിശ്വസിച്ചെന്ന് മാത്രം. ബാക്കി നമ്മളിൽ പ്രവർത്തിക്കുന്ന വീടും പരിശുദ്ധമാണ്. നമ്മൾ ഈശോയിലെ ദൈവവും കർത്താവുമായിട്ട് ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിലേക്ക് ആത്മാവിൻ്റെ പ്രവർത്തനം അത് ശക്തമായിട്ട് വരും. എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ വ്യക്തികളെക്കാളും ലോക സുഖങ്ങളെക്കാളും ഉപരിയായി ഈശോയെ സ്നേഹിക്കും ആരാധിക്കും നമ്മൾ ചെയ്യുമ്പോൾ നമ്മിലേക്ക് ഈ അരൂപിയുടെ പ്രവാഹം ഉണ്ടാകുക. ഈ അരൂപി വന്നു കഴിയുമ്പോൾ ഈ അരൂപി നമ്മളിലുള്ള ബന്ധനം അടിക്കുന്നു, നമ്മുടെ ചുറ്റുമുള്ള ബന്ധനം അടിക്കുന്നു. രോഗപീഡയാട്ടെ, പാപപീഡയാട്ടെ, പൈശാചിക പീഡ, കൊട്ടമാണ്, അതെല്ലാം മാറുന്നത് ഈ അരൂപിയുടെ പ്രവർത്തനം കൊണ്ട് മാത്രം. അതുകൊണ്ട് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 24 48, 49, 50 ആ വചനം നമുക്കറിയാമല്ലോ. അതായത് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരത്തിന് വെളിയിൽ പോകരുതെന്ന് പറയാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ആ അരൂപി ശരിക്കും നിങ്ങൾ വെളിപ്പെട്ട നിങ്ങൾക്ക് ബോധ്യപ്പെട്ട അനുഭവം ഉണ്ടാകണം. ആ അനുഭവത്തിലൂടെ മാത്രമേ നിങ്ങൾ പോകാവുള്ളൂ. അല്ലാതെ പോയാൽ നിങ്ങൾ തോറ്റുപോകും. ദുഷ്ടാരൂപി നിങ്ങളെ തോൽപ്പിക്കും. നിങ്ങൾക്ക് ആരെയും സുഖപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ ആ വിഷമങ്ങളിലും ദുഃഖങ്ങളും കേട്ട് ആരെ സഹായിക്കാൻ പറ്റില്ല. അവിടെ ശരിക്കും നല്ല കൗൺസിലിംഗ് മിനിസ്റ്ററൊക്കെ നടത്തുന്ന ആളുകൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ബന്ധിതർക്ക് മോചനം കൊടുക്കാൻ പറ്റും, അന്ധർക്ക് കാഴ്ച കൊടുക്കാൻ പറ്റും, തകർന്ന മക്കളെ പ്രത്യാശയിലേക്ക് നയിക്കാൻ പറ്റും, ജീവിതം എല്ലാം തീർന്ന ജീവിതങ്ങൾക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാൻ പറ്റും, പാപികൾക്ക് മാനസാന്തരം കാണിച്ചാൽ അത് മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾ എത്രമാത്രം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് അറിയണം. ഇപ്പോൾ നീ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടിയാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് ഒഴുകണം. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, സ്തുതിക്കണം. എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ അരൂപി നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കണം. അതാണ് നമുക്ക് ഉണ്ടാകേണ്ട കാര്യം. ഈ അരൂപി നിറയാത്തതാണ് നമ്മുടെ ചിന്തകളെല്ലാം മാറിപ്പോവുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നതിന് കാരണം അത് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം, ബ്ലോക്കായി പോകുന്നതിൻ്റെ കാരണം അതാണ്. അത് പല പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ആ അരൂപി നമ്മൾ വേണ്ടവണ്ണം നിറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് നമ്മൾ നിറയാത്തതുകൊണ്ടാണ്. അത് നിറയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. നമുക്ക് എളിമ കിട്ടാത്തത് ആ പരിശുദ്ധാത്മാവ് അരൂപി നിറയാത്തതുകൊണ്ടാണ്. നമുക്ക് ധൈര്യം കിട്ടാത്ത സുവിശേഷത്തിന് ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യം കിട്ടാത്തതിൻ്റെ കാരണം നമുക്ക് ആ പരിശുദ്ധാത്മാഭിഷേകം കിട്ടാത്തതുകൊണ്ടാണ്. നമ്മളെല്ലാത്തിനെയും ഭയപ്പെടുന്നു, ലോകത്തെയും പാപത്തെയും ലോക സുഖങ്ങളൊക്കെ ഭയപ്പെടുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ദൈവാരൂപി നമ്മൾ വേണ്ടവണ്ണം നിറയാത്തതുകൊണ്ട്. അപ്പോൾ ഈ അരൂപി നമ്മൾ നിറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അനുഭവിക്കാനോ സ്വന്തമാക്കാനും പറ്റുള്ളൂ, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റുള്ളൂ. ആണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ വലിയൊരു ആഴമേറിയ മാനസാന്തരം നീ ആഗ്രഹിച്ച് നീ പ്രാർത്ഥിക്കണം. വലിയൊരു മാനസാന്തരത്തിന് നീ പ്രാർത്ഥിക്കണം. നിൻ്റെ ജീവിതം മുഴുവനും നിൻ്റെ മനസ്സും ജീവിതവും സന്തോഷവും ദുഃഖവും എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. എന്നിട്ട് പരിശുദ്ധാത്മാവെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ അവിടെ വീണ്ടും ഞാൻ പറയാം ഈശോയുള്ള വിശ്വാസം. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-12 വരെയുള്ള വചനമൊക്കെ വായിക്കുമ്പോൾ അവൻ സ്വജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നാൽ അവരാകട്ടെ അവനെ സ്വീകരിച്ചില്ല. കാരണം അവർക്കും പരിശുദ്ധാത്മാവ് കിട്ടാൻ വന്ന്, പക്ഷെ അവർ ഈശോയിൽ വിശ്വസിച്ചില്ല. ഈശോയാണ് ആത്മാവെന്ന് വിശ്വസിച്ചില്ല. ഈശോയാണ് രക്ഷകരെന്ന് വിശ്വസിച്ചു, ഈശോയുടെ കർത്താവെന്ന് വിശ്വസിച്ചു, ഈശോ ദൈവമാണെന്ന് വിശ്വസിച്ചു, ഈശോ രാജാതിരാജ വിശ്വസിച്ചില്ല. അവർ വിശ്വസിക്കാതെ അവർ കിട്ടാൻ ചെയ്യും. എന്നാൽ പറയണം, എന്നാൽ അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവരുടെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. കണ്ടോ, അവനെ വിശ്വസിച്ചവർക്കെല്ലാം, അവൻ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പോൾ ദൈവമക്കളാകാനുള്ള വലിയ കഴിവ് നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അടയാളമുണ്ടാകും, അത്ഭുതമുണ്ടാകും, രോഗശാന്തികളുണ്ടാകും, പൈശാചിക പീഡയിൽ നമുക്ക് മോചനം കിട്ടും, വലിയ സൗഖ്യത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും. ദൈവീക കൃപകൾ നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ ഈ അരുവി നമ്മൾ നിറയാൻ വേണ്ടി ആഗ്രഹിക്കുക. കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. ഈശോ പറഞ്ഞ പോലെ ഞാൻ പോകുന്നു, പക്ഷേ ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അവൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യത്തെക്കുറിച്ചും, അത് സത്യത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിപ്പിക്കും. അതിൻ്റെ കാണാൻ പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും ഈശോയുടെ കുരിശുമരണത്തിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ഫലമായി, ഈശോയുടെ രക്ഷാകര പ്രവൃത്തിയുടെ ഫലമായിട്ട് നമുക്ക് ഈശോ തന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ആ പരിശുദ്ധാത്മാവിന് നമുക്ക് കിട്ടുന്ന വഴികളൊന്നാണ്, ഏറ്റവും വലിയ വഴിയാണ് തിരുസഭ. തിരുസഭയിലെ പരിശുദ്ധ കുദാശകളിലൂടെ, അതിൽ കുദാശയായ പരിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത്. നമ്മൾ മസാരക്കൂട്ടി ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ നടക്കുന്നത്, സഭ ദൈവവചനം വായിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. അതുകൊണ്ട് വിശ്വാസത്തോടെ ഇതൊക്കെ ചെയ്യണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ രക്തസ്രാവക്കാരി വിശ്വാസത്തോടെ കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. ആ നിമിഷമാണ് അവൾ സൗഖ്യം പെട്ടത്. വിശ്വാസത്തോടെ സ്പർശിക്കാതെ ഒരിക്കലും നമുക്ക് ആ സൗഖ്യം കിട്ടത്തില്ല. അപ്പം നമുക്ക് വിശ്വാസത്തോടെ എല്ലാ കാര്യം ചെയ്താൽ മാത്രമേ ആ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഈശോയെ അനുഭവിക്കാൻ പറ്റുള്ളൂ. എത്രയോ പേര് അവിടെ ഉണ്ടായിരുന്നു, അവരെല്ലാം സ്പർശിക്കുന്നുണ്ടെങ്കിൽ ആർക്കും സൗഖ്യം കിട്ടുന്നില്ല. പക്ഷേ ഈശോ ദൈവമാണ്, ഈശോ കർത്താവാണെന്നും ഈശോ ദൈവപുത്രനാണെന്നും ഈശോയാണ് ലോകത്തിലേക്ക് വന്ന രക്ഷകൻ, ഈശോ മാത്രമാണ്, ഈശോ ദൈവമാണ്, നമ്മുടെ എല്ലാം നാഥനാണ്,
നാഥനാണ്, കർത്താവാണെന്ന് ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മിലേക്ക് അതിശക്തമായിട്ട് പ്രവഹിക്കുക. അപ്പോൾ അതുമൂലമാണ് അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, രോഗശാന്തികൾ, വിടുതൽ, ബന്ധനങ്ങൾ, പൂർണ്ണ മോചനങ്ങൾ നമുക്ക് ലഭിക്കുക. നമുക്കൊരു പുതിയ സൃഷ്ടിയാകാൻ പറ്റുക, ഈശോയ്ക്ക് കൊണ്ട് മരിക്കാൻ പറ്റുക. അനേകം അപ്പസ്തലന്മാർ ഈശോയ്ക്ക് കൊണ്ട് മരിച്ചത് ശരിക്കും പരിശുദ്ധാത്മാവാണ് അവരെ രക്തസാക്ഷികളാക്കി മാറ്റിയത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിലൊന്നാണ് രക്തസാക്ഷിത്വം. പരിശുദ്ധാത്മാവാണ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവരുടെ ജീവിതത്തിൽ മുഴുവൻ നിയന്ത്രിച്ച് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൽ നിറയാനുള്ള വഴികളെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ലോകം മുഴുവനും ഒരുപാട് അനർത്ഥങ്ങളും കോവിഡൊക്കെ ബാധിച്ചിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതവും പദ്ധതി നമുക്ക് അരുവി വെളിപ്പെടുത്തിയിട്ടും മനുഷ്യർ പറയുന്നതിനേക്കാളും വ്യക്തതയുള്ള, ജ്ഞാനമുള്ള, നമുക്ക് ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അറിവുകളാണ്. അപ്പോൾ അറിവുകൾ നേടിയെടുക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തെ അനുഗ്രഹം പ്രാപിക്കാം. ഈശോ നമുക്ക് ആരാധിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. ജീസസ് വി ലവ് യു. കണ്ണുകളടച്ച് കരങ്ങൾ തുറന്നു പിടിക്കാം. ഒരു നിമിഷം കരങ്ങൾ പിടിച്ച് പിടിക്കാം. ദാ ഉദ്ധിതനായ ഈശോ ഈ തിരുവോസ്തിൽ ജീവനോട് എഴുന്നള്ളിക്കുന്നു. കണ്ണുനീരൊപ്പുന്ന ദൈവം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയും ദൈവം. അന്ധന് കാഴ്ച കൊടുത്ത ദൈവം, മനസ്സ് തകർന്ന ജീവിതങ്ങളെ അനുഗ്രഹിച്ച ദൈവം, മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവം, അമ്മ പറഞ്ഞാലും ഞാൻ നിന്നെ നടക്കില്ലെന്ന് പറയും ദൈവം. ഇതാ ഈ തിരുവോസ്തിയിൽ ജീവനോടെ എഴുന്നള്ളിക്കും. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് എല്ലാ മക്കളുടെ മേൽ ദൈവത്തിന് കരം വെളിപ്പെടട്ടെ. സകലവിധ ബന്ധനങ്ങളും കെട്ടുകളും പാപങ്ങളും രോഗങ്ങളും വിട്ടുപോട്ടെ നാമത്തിൽ. നിരാശ വിട്ടുപോകട്ടെ നാമത്തിൽ. തടസ്സങ്ങൾ മാറട്ടെ നാമത്തിൽ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ നാമത്തിൽ. കുമ്പിട്ട് ആരാധിക്കുക. അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞ് ആരാധിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. കർത്താവ് ആസ്വദിക്കുന്ന ഈ നിമിഷത്തോട് നമുക്ക് നന്ദി പറയാം. മുട്ടുവെന്നുകൊണ്ട് കർത്താവിന് വലിയ ആസ്വാദം നമുക്ക് ഒരുമിച്ച് സ്വീകരിക്കാം. Hallelujah, 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 hallelujah.